യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്ത നമുക്ക് എഫീസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പൊതുവെ ആളുകൾ ഈ 11-ാമത്തെ വാക്യത്തെ കുറിച്ച് പറയുന്നത് ദൈവസഭയ്ക്ക് കർത്താവ് യേശുക്രിസ്തു നൽകിയതായ 5 വിധ ശുശ്രൂഷകൾ, 5 ഫോൾഡ് മിനിസ്ട്രി എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വചനം ചിന്തിച്ചപ്പോൾ നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. 4 വിധ ശുശ്രൂഷകളെ കുറിച്ച്, 4 വിധ ദൈവസഭയുടെ ഓഫീസുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന് കാരണമായി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ 4-ാമത്തെ കാര്യം. 4-ാമത്തെ ഓഫീസ് എന്ന് പറയുന്നത് ഇടയന്മാർ എന്നുള്ള ഓഫീസാണ്. ആ ഇടയന്മാരും അതേപോലെ തന്നെ ഉപദേഷ്ടാക്കന്മാർ എന്നുള്ളതായ 5-ാമത്തെ ഓഫീസായി പൊതുവെ ആളുകൾ പറയുന്നത് നമ്മൾ ഒന്നാക്കി. കാരണം ഇടയൻ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു മഹാ ഇടയൻ എന്നുള്ള അർത്ഥത്തിൽ ദാവീദ് പോലും 23-ാം സങ്കീർത്തനത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു താൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലാകട്ടെ യോഹന്നന്റെ സുവിശേഷത്തിലാകട്ടെ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ നല്ല ഇടയൻ ആകുന്നു. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് ശ്രേഷ്ഠ മഹാ ഇടയൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ഇടയ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളായിരുന്നു, ടീച്ചിങ്സ് ആയിരുന്നു. അതായത് ഇടയന്മാര് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ഉപദേഷ്ടാക്കന്മാർ ഇടയന്മാരാണ്. അതിന്റെ അർത്ഥം ഒരു ഇടയൻ ആടുകളെ കോലുകൊണ്ടും വടികൊണ്ടും നയിക്കുന്നത് പോലെ, പച്ചപ്പുൽമേടുകളിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ദൈവസഭയിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന ഇടയന്മാർ തന്നെയാണ് ഈ ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ഓഫീസുകളെ 4 വിധ ഓഫീസുകളായിട്ടാണ് നമ്മളിവിടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപ്പോസ്തലന്മാർ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവായ യേശുക്രിസ്തു തന്നെ തൻ്റെ പ്രതിനിധിയായിട്ട് അയക്കുന്ന സ്ഥാനാപതികളെയാണ് നമ്മൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത് ആദിമകാലത്ത്, അതായത് കർത്താവ് യേശുക്രിസ്തു സ്ഥാപിച്ചതായ ദൈവസഭയുടെ പ്രഥമ അപ്പോസ്തലന്മാരാണ് ഈ അതോറിറ്റീവായിട്ടുള്ള അപ്പോസ്തലിക ഗണം എന്ന് പറയുന്നത്. അവർ പഠിപ്പിച്ചതിൻ്റെ മുകളിൽ പഠിപ്പിക്കുവാൻ ആർക്കും ദൈവത്തിന്റെ വചനം അധികാരം തരുന്നില്ല. അത് സംബന്ധിച്ചുള്ള ഒരു വാക്യം കൂടെ ഞാൻ ഇന്ന് പ്രാരംഭമായി തന്നെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. ഞങ്ങൾ എന്ന് പറയുന്നിടത്ത് ആദിമസഭയുടെ വളരെ പ്രധാനപ്പെട്ട ഓഫീസുകളുണ്ട്. ഞങ്ങൾ എന്ന് പറയുന്നത് അപ്പോസ്തലൻ പൗലോസ് എപ്പോഴും സംസാരിക്കുന്നത് തൻ്റെ സ്ഥാനത്തു നിന്ന് മാത്രമല്ല, മറിച്ച് തന്നോടൊപ്പം ശുശ്രൂഷയിലായിരിക്കുന്ന ആളുകൾ. പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, തിമത്തിയോസ് ഒരു അപ്പോസ്തലനല്ലായിരുന്നു, പക്ഷെ തിമത്തിയോസ് ഒരു ഇടയനായിരുന്നു. അതുപോലെ പ്രവാചകന്മാരായ ആളുകളും നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവരുടെ എല്ലാം പേരിലാണ് ഇവിടെ ഞങ്ങൾ എന്നുള്ള പദപ്രയോഗം അപ്പോസ്തലൻ പൗലോസ് നടത്തുന്നത്. താൻ പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. സുവിശേഷം എന്ന് പറയുമ്പോൾ തന്നെ ദൈവവചനം എന്ന അർത്ഥം കൂടെ അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നോക്കണേ, ആദ്യം ദൈവം തങ്ങളിലൂടെ നൽകിയതായ ഗോഡ് ബ്രീത്ത്ഡ് ആയിട്ടുള്ള ദൈവശ്വാസീയമായിട്ടുള്ള ആ വചനം, അതിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾ സംസാരിച്ചാൽ ഞങ്ങളാകട്ടെ പ്രസംഗിക്കുന്നവരാകട്ടെ ശപിക്കപ്പെട്ടവർ ആകും എന്നുള്ളത്. ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമുക്കറിയാം, പല ആളുകളും അവർ ആദ്യം പ്രസംഗിച്ചതല്ല അവർ പിന്നീട് പ്രസംഗിക്കുന്നത്. അവരുടെ ആശയങ്ങൾ പിന്നീട് കോൺട്രഡിക്റ്റ് ആകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇനി 9-ാമത്തെ വാക്യം, ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഈ സുവിശേഷം അത് ദൈവവചന പ്രകാരമായിരിക്കണം. സുവിശേഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നത്
വചനപ്രകാരമായിരിക്കണം. അതിന്റെ കനിഷ്ഠത നമുക്ക് ആദിമസഭയിൽ കാണാൻ കഴിയുന്നുണ്ട്. ബെരോവയിലെ ആളുകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പരാമർശിക്കുന്നവരെ? എത്രയോ സ്ഥലങ്ങളിൽ ദൈവസഭ ഉണ്ടായിരുന്നു. പക്ഷെ ബെരോവയിലെ ആളുകളെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം, ഒരാൾ വചനം പ്രസംഗിക്കുമ്പോൾ അത് അപ്രകാരം തന്നെയാണോ ബൈബിളിൽ എഴുതപ്പെട്ടതെന്ന് അവർ പരിശോധിച്ചു കൊണ്ടിരുന്നു. അതിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പലപ്പോഴും ആളുകൾ പോകുന്നത് വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് പലപ്പോഴും നമ്മൾ തരാറില്ല. നമുക്കൊരു എന്റർടൈൻമെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്കൊരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഇത് നല്ലതാ. നമ്മുടെ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്തുവാൻ ഇത് നല്ലതാ. നമ്മുടെ ആളുകൾ റെഗുലറായിട്ട് ചർച്ചിൽ വരുവാൻ ഇത് നല്ലതാ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സഭയിലോ നമ്മുടെ ജീവിതത്തിലോ നമ്മെ ഉപദേശിക്കുന്നവരിലോ നമ്മെ ശുശ്രൂഷിക്കുന്നവരിലോ നമ്മൾ കാണുകയാണെങ്കിൽ നാം അതിനെ എതിർക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലന്മാര് വളരെ വ്യക്തമായി, പ്രത്യേകിച്ച് ആദിമ അപ്പോസ്തലന്മാർ, അവരുടെ പഠിപ്പിക്കലുകൾ ആണ് ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് സുവിശേഷകന്മാർ സുവിശേഷം അറിയിക്കുന്നതാകട്ടെ, അപ്പോസ്തലന്മാർ സഭകൾ സ്ഥാപിക്കുന്നതോ ഉപദേശങ്ങൾ പറയുന്നതോ, പ്രവാചകന്മാർ ദൈവത്തിന്റെ അരുളപ്പാടുകൾ സംസാരിക്കുന്നതാകട്ടെ, ഇതെല്ലാം തന്നെ ആദിമസഭയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഉപദേശങ്ങളാണ് ഇന്നുള്ള എല്ലാ ശുശ്രൂഷയുടെയും അടിസ്ഥാനം. ഇതിനപ്പുറമായി, ഇതിന് അടിസ്ഥാനമായി അല്ലാതെ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ്, ദൈവം അവനെ ശിക്ഷിക്കും എന്നുള്ള വളരെ വ്യക്തമായ ഒരു കാര്യം ഇവിടെ പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് നമ്മൾ എടുക്കുന്നതായ വിഷയം പ്രവാചകന്മാർ എന്നുള്ള വിഷയമാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ എഫീസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ, ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ ആദ്യകാലത്തുള്ള അപ്പോസ്തലന്മാര് പ്രവാചകന്മാര് അവരുടെ മേലാണ് ദൈവം നമ്മെ പണിതിരിക്കുന്നത്. ഇതിന്റെ മൂലക്കൽ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ഈ പ്രവാചകന്മാരുടെ സ്ഥാനം വളരെ വലുതാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ന് പ്രവാചകനായിട്ടുള്ള സ്വയം ക്ലെയിം ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, മറിച്ച് ദൈവം ആക്കി വെച്ചിട്ടുള്ള പ്രവാചകന്മാർ. നമ്മൾ അവരെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? അവരുടെ ശുശ്രൂഷകളിലൂടെ നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും. അവരുടെ ശുശ്രൂഷകളിലൂടെ ഒരു വ്യക്തിയെക്കുറിച്ച് നേരത്തെ തന്നെ പഠനം നടത്തി ആ വ്യക്തിയുടെ ഭൂതകാലമോ ഒക്കെ പറയുന്ന ആളുകളെ നമ്മൾ പ്രവാചകന്മാർ എന്ന് വിളിക്കാൻ പാടില്ല. മറിച്ച് പ്രവാചകന്മാർ എന്ന് പറയുന്നത് കേവലം ഭാവി പറയുന്നവർ മാത്രമല്ല, പ്രഡിക്ഷൻ നടത്തുന്നവർ മാത്രമല്ല, മറിച്ച് ദൈവവചനത്തെ അതേപോലെ തന്നെ അറിയിക്കുന്നവരാണ് പ്രവാചകന്മാർ. അവർ അവരുടെ ശുശ്രൂഷയിൽ ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ഭൂതകാലത്തെക്കുറിച്ച് ദൈവവചനത്തിന്റെ ദൈവം കൊടുക്കുന്ന വെളിപ്പാടിലൂടെ അവർ സംസാരിച്ചെന്നിരിക്കും. പക്ഷെ അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല. അവർ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഭാവി കാലത്തെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാം, അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല. പക്ഷെ ഇതെല്ലാം തന്നെ ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രവാചകന്മാർ ദൈവസഭയുടെ നേതൃത്വത്താൽ വിവേചിക്കപ്പെടുന്നവരാണ്, ഡിസൈൻ ചെയ്യപ്പെടുന്നവരാണ്. അതായത് പ്രവാചകന്മാർ എപ്പോഴും സഭയുടെ ആത്മീക നേതൃത്വത്തിന് അവർ കീഴ്പ്പെട്ടിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ സഭയിൽ ഒരാള് കടന്നു വന്നു, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നമുക്കറിയില്ല. പക്ഷെ ബൈ നേച്ചർ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ നേച്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഹീസ് എ പ്രൊഫറ്റ്, അദ്ദേഹം ഒരു പ്രൊഫറ്റ് ആണെന്നുള്ളത്. പക്ഷെ അദ്ദേഹം പ്രവചനം പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സഭയുടെ ആത്മീക നേതൃത്വത്തിന്റെ ഡിസൈൻമെന്റിൽ, വിവേചനത്തിലും അതേപോലെ തന്നെ ഉപദേശത്തിലും നിയന്ത്രണത്തിലും ആയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് കാണുന്ന ഒരു കാര്യം, പ്രവാചക ശുശ്രൂഷയ്ക്കാണ് ആളുകളുടെ ഇടയിൽ കൂടുതലും സ്വീകാര്യത ലഭിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ നേതൃത്വം അനുവദിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകന്മാരെ നേരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന രീതികൾ ഇന്ന് കാണുന്നുണ്ട്. പക്ഷെ അവർ ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്നുള്ള ഡിസൈൻമെന്റ് പലർക്കും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും ചതിക്കുഴികളിലേക്ക്, പലരും
പിശാചിന്റെ തന്ത്രങ്ങളിലേക്ക് വീണു പോകുന്നതായ അനുഭവങ്ങളുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. ക്വാളിറ്റി ഇല്ലാത്ത, ഗുണപരമല്ലാത്ത, ഗുണമില്ലാത്തതായ ആത്മീയ നേതൃത്വം പലപ്പോഴും ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ പാടെ വിലക്കുന്നതായ അനുഭവങ്ങളുമുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർക്ക് സ്വയം ഒരു ഡിസൈനിങ് സ്പിരിറ്റ് അവർക്കില്ല. അടുത്തത്, ദൈവവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ ശുശ്രൂഷകൾ ഫലകരമായി നിർവഹിക്കുവാൻ പലപ്പോഴും ദൈവസഭകൾക്ക് കഴിയാതെ ഇരിക്കുന്നതായ അനുഭവങ്ങളുണ്ട്. ഒരു ആരോഗ്യമുള്ള ദൈവസഭ എന്ന് പറയുന്നത് ഈ 4 ശുശ്രൂഷകളും ഒരേപോലെ വെളിപ്പെടുന്നതായ സഭയാണ് ആരോഗ്യമുള്ള സഭ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമേ, എൻ്റെ സഭ, ഞങ്ങൾ എല്ലാ ദിവസങ്ങളും എല്ലാ ആഴ്ചകളും ഒന്നിച്ചു കൂടുന്നതായ ഞങ്ങളുടെ സഭ, ആ സഭ ആരോഗ്യമുള്ള സഭയായി തീരണം. ആ സഭയിൽ ഈ 4 പേര് ശുശ്രൂഷയും ഉണ്ടാകണം. ഒരുപക്ഷെ പ്രവാചകന്മാരില്ലെങ്കിലും ദൈവം ഐക്യതായി പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ അവർ യഥാർത്ഥ പ്രവാചകന്മാരായി ദൈവവചനത്തെ, ദൈവ വെളിപ്പാടിനെ കൊണ്ടുവരുന്നവരും, അതേപോലെ തന്നെ ശരിയായി പ്രാർത്ഥിക്കുന്നവരും, അതേപോലെ തന്നെ അവരെ ഡിസൈൻ ചെയ്യാനും അവരെ ഡയറക്റ്റ് ചെയ്യാനും കഴിവുള്ളവരുമായി തീരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നമുക്ക് സുബോധമുള്ളവരായിരിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വിധ കാര്യങ്ങളെല്ലാം തന്നെ ദൈവം നമുക്ക് നൽകിയത് നമ്മളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതിൻ്റെ വ്യക്തമായ ആ ഉപദേശങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം, അതായത് നെക്സ്റ്റ് ട്യൂസ്ഡേ, നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ 4ാമത്തെ ഓഫീസിനെ കുറിച്ചാണ്. ഉപദേഷ്ടാക്കന്മാരും ഇടയന്മാരും എന്നുള്ള വിഷയമാണ്. അതോട് ചേർന്ന് തന്നെ ഈ വിധ ശുശ്രൂഷകളുടെ ഉദ്ദേശം എന്താണ്, നമുക്ക് അത് എപ്രകാരമാണ് അനുഭവപ്പെടുക എന്നുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ 4 വിധ ശുശ്രൂഷകളെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. കാരണം ഇതെല്ലാം നമ്മളുടെ ആത്മീക വളർച്ചയ്ക്കും നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതിനും ദൈവത്താലുള്ള നിയോഗങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടാകണം, ദൈവമേ, നിന്നെ അറിയാനും നിൻ്റെ വചനത്തെ അറിയുവാനും നിൻ്റെ രാജ്യത്തെ കൂടുതൽ മനസ്സിലാക്കാനും ദൈവവചനത്തിലൂടെ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തതായ ആത്മീയ വരങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു കാഴ്ചപ്പാട് നമുക്ക് ഏവർക്കും ഉണ്ടാകുവാൻ നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുമാറാകട്ടെ. ഞാനും നിങ്ങളോടൊപ്പം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ദൈവസഭയിലെ പ്രവാചകന്മാർക്കുള്ള സ്ഥാനം എന്താണെന്നും പ്രവാചകനും അപ്പോസ്തലനും എന്ന അടിസ്ഥാനത്തിന്മേൽ കർത്താവെ അങ്ങ് സഭ പണിതിരിക്കുന്നു, യേശു മൂലക്കല്ലാണ് എന്നുള്ള ആ വലിയ സത്യം ഞങ്ങളെ ഗ്രഹിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.